കാലിന് രണ്ടിനും ഭയങ്കര വേദനയായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ട്. വലത് കാലിൽ വലിച്ചായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്നിട്ട് എനിക്കത് ചെയ്താൽ പിന്നെ നല്ല വ്യത്യാസമുണ്ട്. കാല് മടക്കാൻ പറ്റുന്നുണ്ട്. ശരി, നടക്കുമ്പോ ഇങ്ങനെ വലിക്കാതെ നടക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ സാധാരണ നടക്കുമ്പോൾ നടക്കാൻ പറ്റുന്നു. നേരത്തെ ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ചില ഇരിക്കുന്ന കസേരയിൽ പിടിച്ചിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, അല്ലാണ്ട് ഞാൻ എഴുന്നേക്കില്ലായിരുന്നു. എനിക്ക് പിടിക്കാതെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിതിനെപ്പറ്റി അത്ര അറിവില്ല. പിന്നെ ഇതെന്താണെന്ന് അറിയത്തില്ലാത്തായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒത്തിരി ഇത് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു വന്നാൽ മാറും എന്നുള്ള. കണ്ടതുകൊണ്ടേ ഫേസ്ബുക്കിലൊക്കെ ഒരു സിസ്റ്ററൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കെന്തോ ഇത് നമുക്ക് പറ്റുമെന്നുള്ളൊരു അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്ര വേദന തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇച്ചിരിയോട് ഞാനിപ്പോ ഹസ്ബൻഡിനോട് പറയുന്നത്, കുറച്ചുകൂടെ നാളെ മുമ്പ് വന്നായിരുന്നേ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നല്ലോ. ഓൾറെഡി എൻ്റെ കാലൊക്കെ ഇച്ചിരി വളഞ്ഞായിരിക്കണം. അപ്പൊ ഇച്ചിരി നേരത്തെ ഇതിനെപ്പറ്റി അറിഞ്ഞില്ലായിരുന്നു. അറിയത്തില്ലായിരുന്നല്ലോ. ഇത് ഈ ട്രീറ്റ്മെന്റ് ഒത്തിരി നല്ല, എനിക്കൊത്തിരി ഇതായിട്ട് സുഖമായിട്ട് തോന്നുന്നുണ്ട്. മുട്ടുവേദന ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുട്ടുവേദന ഉള്ളവരൊക്കെ വന്നിട്ടേ എനിക്ക് ബെറ്റർ ആയിട്ടുണ്ട്. എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. വന്നേക്കാളും ഒത്തിരി വേദന കുറവുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ, കുഴപ്പമില്ല. ഞങ്ങൾ വന്നു തന്നെ ഈ മെഡിസിൻ കഴിച്ചു മടുത്ത്. കാരണം പെയിൻ കില്ലർ കഴിക്കും, വേദന കുറയും, പിന്നെ അത് തന്നെ. പിന്നെ ലാസ്റ്റ് പിന്നെ പെയിൻ കില്ലർ കഴിച്ച് നമ്മുടെ കിഡ്നി ഒക്കെ അടിച്ചു പോയില്ല. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടും കൂടെ തന്നെ കേട്ടോ ഇത്. കാരണം ഇതിന് മെഡിസിൻ ഇല്ല എന്നുള്ള ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങള് മുട്ടുവേദന ഉള്ളവര് ഭയങ്കര ഹാപ്പിയാണ് ഡോക്ടറെ.